കേരളത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിൽ 2 സീറ്റുകളിൽ ഇപ്പോഴും ബി.ജെ.പി. ലീഡ് ചെയ്യുന്നു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 17,072 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ 58,519 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. രണ്ട് സീറ്റുകളിൽ ബി.ജെ.പി. ലീഡ് ചെയ്യുമ്പോൾ 17 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന, കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചിത്രം തെളിയും. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെയും വിജയിയായി പ്രഖ്യാപിച്ചിട്ടില്ല. മുന്നേറ്റം കേരളത്തിൽ UDFന്റെ മുന്നേറ്റം, സംസ്ഥാനത്താകെ രാജ്യത്താകെ മോഡി തരംഗമില്ല, NDA തരംഗമില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം, NDA ഇന്ത്യ സഖ്യം തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. വെറും 253 വോട്ടിന്റെ ലീഡ് മാത്രമാണ്